അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളിലാണ് നേതൃത്വങ്ങൾ. പതിവ് പോലെ ഇടതുമുന്നണി നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു. CPM അവർ ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകളിൽ ഇന്നോ നാളെയോ ആയിട്ടുള്ള പ്രഖ്യാപനം നടന്നേക്കാം. കേരള കോൺഗ്രസിന്റെ ലിസ്റ്റിലും വ്യക്തത ഉണ്ടാവാനാണ് സാധ്യത. കോൺഗ്രസിന് അതേസമയം ആശയക്കുഴപ്പം തുടരുകയാണെങ്കിലും ആദ്യവട്ട പട്ടിക ഇന്നോ നാളെയോ പുറത്തിറങ്ങുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഏകദേശം 40ഓളം സീറ്റുകളിലാണ് ഇപ്പോൾ അവരുടെ ധാരണ ഉണ്ടായിട്ടുള്ളത്. BJP സ്ഥാനാർത്ഥികളെ നാളെ തന്നെ പ്രഖ്യാപിക്കും. അന്തിമ ചർച്ചകൾ ആ തരത്തിലെത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. പെരുമാറ്റച്ചട്ടങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനാണ് ഇന്ന് കമ്മീഷൻ നടത്തുന്നത്. കേരളത്തിൽ എന്താണ് പെരുമാറ്റച്ചട്ടം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാം, ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. അതായത് നിലവിലുള്ള സർക്കാർ, പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ സാങ്കേതികമായ ഒരു സർക്കാർ മാത്രമാണ് ഇനി അങ്ങോട്ട് എന്നതാണ് സാഹചര്യം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കില്ല. സങ്കീർണമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇനി കടന്നു പോകുന്നത്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം 1.5 മാസത്തിന് ശേഷം നമുക്കറിയാം കേരളം ആര് ഭരിക്കും, പിണറായി തുടരുമോ അതല്ലെങ്കിൽ കോൺഗ്രസ് തിരികെ വരുമോ അറിയണം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. NDAയും ഇത്തവണ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ്. വേഗത്തിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം എന്തെന്ന് നോക്കാം. നോക്കൂ, 2,70,00,000 വോട്ടർമാരാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. നോക്കൂ, 2,70,00,000 വോട്ടർമാരാണ് ഇത്തവണ നിയമസഭയിൽ ജനവിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഇതിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം 1,31,00,000. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നോക്കൂ, 1,38,00,000. അതായത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ തന്നെയാണ് വനിതാ വോട്ടർമാർ എന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തവണയും വനിതാ വോട്ടർമാരാണ്. അപ്പോൾ ജനവിധി നിർണ്ണയിക്കുന്നതിൽ വനിതാ വോട്ടർമാർ ഇത്തവണ നിർണായകമായ ഫാക്ടറാണ് എന്നതാണ് ആ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നതാണ്. 1,38,00,000 വനിതാ വോട്ടർമാർ. ഒപ്പം ട്രാൻസ്ജെൻഡർ വോട്ടുകൾ ഇത്തവണ 277 ഉണ്ട്. പോളിംഗ് ബൂത്തുകളുടെ എണ്ണം 30,471 എന്നതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. അപ്പോൾ ഈ ഒരു കണക്കിൽ നിന്നാണ് നമ്മൾ പുതിയതായി വോട്ടർമാരിലേക്ക് എത്താൻ പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ 4 ലക്ഷത്തിൽ പരം പുതിയ വോട്ടർമാർ കൂടി ഇത്തവണ ജനവിധി നിർണ്ണയിക്കാൻ പോവുകയാണ്. അപ്പോൾ സങ്കീർണമായ രാഷ്ട്രീയ പോരിൽ ഇടതുമുന്നണിയുടെ ആദ്യത്തെ പ്രതികരണം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങൾ കൂടി പുറത്തു വരികയാണ്. TP രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനർ, മാധ്യമങ്ങളെ കാണും. CPM കൊടുക്കാനും ബാക്കി എല്ലാവരും വാങ്ങാനുള്ളതാണ്. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടിയല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM അതിന്റെ നിലപാടെടുക്കുന്നു. അതല്ലാതെ CPMന്റെ കൈവശമുള്ള എല്ലാ സീറ്റുകളും മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു നിലപാട് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയുന്നതല്ല. ഇതിൽ കേരള കോൺഗ്രസ് RJD ഇന്നത്തെ മീറ്റിംഗിന്റെ പേര് എനിക്കറിയില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വളരെ സഹായകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. കേരള കോൺഗ്രസ് നിലപാടാണ് സ്വീകരിച്ചത്. അവർ 12 സീറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 13 സീറ്റ് വേണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. 13 സീറ്റ് എന്നുള്ളത് കഴിഞ്ഞതിലുള്ള ഒരു കുറ്റ്യാടി സീറ്റ് ഉൾപ്പെടെയാണ് 13 സീറ്റ് അവർ പറയുന്നത്. കുറ്റ്യാടി സീറ്റ് കഴിഞ്ഞ തവണ തന്നെ മുന്നണിയിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ CPM മത്സരിച്ച സീറ്റാണ്. അവിടെ ജയിക്കുകയും ചെയ്തിട്ടുള്ള സീറ്റാണ്. ഇപ്പം CPMന്റെ കൈവശമുള്ള സീറ്റാണ്. ഓരോ പാർട്ടിയുടെയും കൈവശമുള്ള സീറ്റിൽ ഈ തവണ ഇടപെടേണ്ടതില്ല, തൊടേണ്ടതില്ല എന്നൊരു പൊതു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ സീറ്റ് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ സീറ്റെല്ലാം അതൊരു സ്വാഭാവികമായുള്ള ഒരു ചർച്ചയിൽ ഉയർന്നു വരുന്നൊരു പ്രശ്നങ്ങൾ എന്ന നിലയിൽ മാത്രം കണക്കാക്കിയാൽ മതി. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങളും കടന്നിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. എല്ലാവരും യോജിച്ചു മുമ്പോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് അവിടെ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന് CPM സെക്രട്ടറിയാണ് പറയേണ്ടത്. CPMനുള്ള സീറ്റാണ് പാലക്കാട്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി CPMനുള്ള സീറ്റാണ്. കൊടുവള്ളി ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പാലക്കാടും പറഞ്ഞിട്ടില്ല. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത്. വേറെന്താ വേണ്ടത്? പ്രഖ്യാപിക്കാനുള്ള സീറ്റ് കൊടുവള്ളി, കോട്ടക്കൽ, തിരൂർ, കൊണ്ടോട്ടി, പാലക്കാട്, ഇതെല്ലാം CPMന്റെ സീറ്റുകളാണ്. അപ്പം അത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനനുസരിച്ച് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകും.
ഞങ്ങളെ പാർട്ടി 75 സീറ്റിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അംഗങ്ങളെ പാർട്ടി പ്രതിനിധികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 സീറ്റിൽ CPM-ന്റെ സ്വന്തം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 75, 6, 81 ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 86 സീറ്റിലാണ് ഞങ്ങൾ ആകെ മത്സരിക്കുന്നത്. 5 സീറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ സ്വതന്ത്രന്മാർ മത്സരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സീറ്റ് ഞങ്ങൾക്ക് ഡിസ്കഷൻ പൂർണ്ണമായിട്ടില്ല. അത് അവരെ ആരാണെന്ന് പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ല. അവരെ കാണാതെയല്ല, എന്നാലും ഏറ്റവും സ്യൂട്ടായ സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലയ്ക്ക് അതിനുള്ള ശ്രമമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരാണ് പറയേണ്ടത്. NCP CPM-ആയിട്ട് യാതൊരു തർക്കവുമില്ല. അവിടെ NCP-ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് അവരാണ്. NCP ആണ് പറയേണ്ടത്. അത് അങ്ങനെ എന്തെങ്കിലും വിശദീകരിക്കേണ്ടി വന്നാൽ അവർ പറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 2 ടേം വ്യവസ്ഥയിൽ എല്ലാവർക്കും അതല്ല, അത് ഞങ്ങൾ മണ്ഡലത്തിന്റെ സാധ്യതകളെല്ലാം പരിശോധിച്ചിട്ട് ഉറപ്പായി ജയിക്കും എന്നുള്ള മണ്ഡലത്തിൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പായി ജയിക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് കൂടുതൽ വിജയസാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിനെ കാണേണ്ടതില്ല. അവിടെ ഞങ്ങളുടെ മാനദണ്ഡം 2 തവണയാണ്. ചിലർക്ക് മത്സരിക്കുന്നതിന് കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. അത് വിജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൺസെഷൻ കൊടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങൾ വിലയിരുത്തിക്കോ. പേരാമ്പ്രയിൽ ഞാൻ കണക്കാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വിജയിക്കുമെന്നാണ്. വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഞാനാണ് മത്സരിച്ചത്. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുണ്ട്. ഇപ്പം ഭൂരിപക്ഷത്തിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാൻ. ഇതാണ് TP രാമകൃഷ്ണന്റെ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇടതുമുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം, അതായത് കേരള കോൺഗ്രസിന്റെ 13 സീറ്റ് അവകാശവാദം CPM തള്ളുകയാണ്. അത് അംഗീകരിക്കില്ല എന്ന് മുന്നണി കൺവീനർ തന്നെയാണ് പറയുന്നത്. അതായത് കുറ്റ്യാടി സീറ്റാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണി നേതൃത്വം CPM കേരള കോൺഗ്രസിന് കൈമാറി ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തിരികെ എടുത്ത് അവിടെ വിജയിപ്പിച്ചത്. അപ്പോൾ ഈ സീറ്റ് ഇപ്പോൾ CPM-ന്റെ കൈവശമാണ്. അതുകൊണ്ട് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കേരള കോൺഗ്രസിന്റെ അവകാശവാദം സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി TP രാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം പേരാമ്പ്രയാണ്. പേരാമ്പ്രയിലും കേരള കോൺഗ്രസിന് ചില അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ. കാരണം മുഹമ്മദ് ഇക്ബാൽ എന്ന അവരുടെ ഒരു നേതാവിനെ അവിടെ തന്നെ കളത്തിലിറക്കി അവിടെ പിടിക്കാൻ വേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടത്തി വന്നപ്പോഴാണ് മുന്നണി മാറ്റവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ പേരാമ്പ്രയും അവർക്കൊരു ക്ലെയിം ചെറുതായെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അതും സാധ്യമല്ല. കാരണം അത് TP രാമകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ തന്നെ. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ 13 സീറ്റ് ക്ലെയിം ഇല്ലാതാവുകയാണ്. അത് അംഗീകരിക്കുന്നില്ല എന്നതുകൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ബാക്കി ഘടകകക്ഷികളുടെ സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തേണ്ടത് അതത് പാർട്ടികൾ. ഇതാണിപ്പോൾ ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇടതുമുന്നണി ഞങ്ങൾ സെറ്റാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇടതുമുന്നണി CPM നേതൃത്വം, CPM-ഉം CPI-യും ഇന്നലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ഇടങ്ങളിലെ പ്രഖ്യാപനം കൂടിയാണ് നടക്കാനുള്ളത്. എന്തായാലും നമുക്ക് ഈ CPM-ന്റെ ആലോചനകളും അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്നുമല്ലാതെ അമ്പലപ്പുഴയിലേക്കാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അതേസമയം നാട്ടികയിൽ CPI വിട്ടുവന്ന CC മുകുന്ദനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമില്ല. പകരം കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നതാണ് സാഹചര്യം. ഇതിൽ ഏറ്റവും പ്രധാനം അമ്പലപ്പുഴ തന്നെയാണ്. കാരണം അമ്പലപ്പുഴയിലെ നീക്കം നിർണായകം തന്നെയാണ്. ശരണ്യ സഹജൻ ചേർന്നു. ശരണ്യ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.